ഇപ്പൊ ഇത്രയും കാലമായിട്ട് ചെയ്ത ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഷീലുവിന് ഇഷ്ടമുള്ളത് ഏത്? എനിക്ക് പുതിയ നിയമം എന്ന് പറഞ്ഞ സിനിമയിലെ പോലീസ് ഓഫീസർ ഭയങ്കര ഇഷ്ടമാണ്. പോലീസ് ഓഫീസർ വേഷമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ വന്നുപെട്ടതാണ്. അതിനെപ്പറ്റി ഷീലുവിന്റെ ക്യാരക്ടർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാവം നല്ലൊരു ഒതുങ്ങിയ പെൺകുട്ടി അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ പോലീസ് ഓഫീസറായിട്ട് വേഷം ചെയ്തപ്പോ അത് എല്ലാവരും അംഗീകരിച്ചു, അത് അക്സെപ്റ്റബിൾ ആയിരുന്നു. പിന്നീട് വീണ്ടും എന്നെ തേടി പോലീസ് വേഷങ്ങൾ വന്നു. 4 എണ്ണത്തിൽ ഞാൻ പോലീസായിട്ട് IPS ആയിട്ട് ചെയ്തു. അപ്പൊ ഈയിടെ സീരിയലിൽ നിന്ന് പോലും ഒരു ഗസ്റ്റ് റോൾ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അത് നമ്മള് കമ്മിറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മള് തിരുവനന്തപുരത്തായിരിക്കും മിക്കത് ഷൂട്ട്. പിന്നെ നമ്മള് വർഷങ്ങൾ നീണ്ടുന്ന അറിയത്തില്ല. അപ്പൊ എന്നെ വിളിച്ച സമയമൊക്കെ പിള്ളേര് ചെറുതാ. ഇനിയിപ്പം വിളിച്ചാ പോവാ. ഇനിയിപ്പം ഓക്കെ. അപ്പൊ ഇപ്പൊ ഓൺട്രപ്രണറായി, ഇപ്പൊ സിനിമ അഭിനയിച്ചു, ആക്ട്രസിനകത്ത്. പക്ഷെ എനിക്ക് ഷീലുവിന് ഇഷ്ടം ഏതാണോ, ജയറാമാട്ടിന്റെ കൂടെ ഒരു ഭയങ്കര രസട്ടോ. അതിനകത്തൊരു എന്താ പറയാ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്ന് പറയില്ലേ, ഭയങ്കര ഒതുങ്ങി അടുക്കളയിലൊക്കെ നിൽക്കുന്ന റിയൽ ഒരു നല്ലൊരു പെൺകുട്ടിയുടെ നല്ല ക്യാരക്ടറാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ പട്ടാഭിരാമൻ. ശരിക്കും ക്യാരക്ടർ സെലക്ട് ചെയ്യാറുണ്ട്? ഇല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലും അങ്ങനെ നമ്മൾ ചെന്ന് എനിക്കിത് ചെയ്യണം എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അതിലെ ഡയറക്ടർ നമുക്കായിട്ടൊരു ക്യാരക്ടർ തരും. അത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയും. എനിക്കത് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് പറ്റുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെ, ഈയിടെ മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ ഞാൻ അതിൽ ചെയ്യാനേ ഇരുന്നതല്ല. നമിത സൗബിൻ അഭിനയിച്ച് അതിൽ അവസാനം ഞാൻ ഉണ്ടായിരുന്നേ ഇല്ല. സിനിമയിൽ എങ്ങും ഒരു കഥാപാത്രത്തെ പറ്റി പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അവസാനം അതിനകത്തൊരു അഡ്വക്കേറ്റിന്റെ റോള് 1 ഡേയില് അന്ന് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് വേറൊരാളെ, ഒരു നടനെയാണ് അവിടെ വെച്ചിരുന്നത്. ആ നടന് പെട്ടെന്ന് ഡേറ്റിന്റെ ഇഷ്യൂ വന്ന് മാറിപ്പോയി. അങ്ങനെ അപ്പം ചോദിക്കുന്നു, അയ്യോ ഡേറ്റ് മാറ്റാനും പറ്റാ, എന്നാ പിന്നെ എന്തുകൊണ്ട് ഷീലുവിന് ചെയ്തുകൂടാ? അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ. ആക്ച്വലി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമില് ഷീലു അഭിനയിക്കുമല്ലോ. അപ്പൊ ശരിക്കും ഷീലുവിന്റെ പാർട്ട് എങ്ങനെയാണ്? മോർ റെസ്പോൺസിബിൾ ആണോ? ഐ മീൻ ആസ് എൻ ആക്ട്രസ് എന്നല്ല, ആക്ട്രസ് ആയിട്ട് നമുക്ക് ചെന്ന് അവിടെ ചുമ്മാ ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ. പാർട്ട് യു ആർ എ പ്രൊഡ്യൂസർ ഓൾസോ. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഏറ്റെടുക്കും? അത് ഭയങ്കരമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അഭിനയിക്കാൻ നിൽക്കുമ്പോഴും അവിടെയുള്ളവരുടെ, നമുക്കറിയാലോ, ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാലോ. ഓരോരോ പ്രശ്നങ്ങൾ അവിടെ വന്നോണ്ടിരിക്കും. അതെല്ലാം എന്നിലേക്ക് വരും. ആ തോക്ക് എന്നിലേക്ക് നീളും. ഒന്നും അറിയാത്ത നേരെ ചൂണ്ടുന്ന പോലെ എനിക്ക് തോന്നും. ഇവൻ എന്നോട് അവര് പറയണമെന്നില്ല, ബട്ട് സ്റ്റിൽ അയ്യോ അവിടെ അന്നൊരു പ്രശ്നമുണ്ട്, ഇന്നുണ്ട്, ആ ലൊക്കേഷനിൽ അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഞാനത് എന്റെ തലയിലേക്ക് എടുത്തങ്ങ് വെക്കും ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഞാൻ അപ്പൊ പെട്ടെന്ന് അറിഞ്ഞ, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം മുഖം മാറുന്നതും ഇവർക്ക് ഇറിറ്റേറ്റഡ് ആവുന്നതൊക്കെ ഞാൻ കാണേണ്ടി വരുവാണ്. പിന്നെ അവരുടെ കംഫർട്ട് സോൺ നോക്കണം. ബാക്കി കൂടെ നമ്മൾ വിളിച്ചിട്ടുള്ള ഈ പറഞ്ഞ സോക്കോൾഡ് നടന്മാരുടെ നടിമാരുടെ ഒക്കെ കംഫർട്ട് സോണ്, കംഫർട്ട് ലെവല്, അവർക്ക് വരുന്ന അവരുടെ ഫുഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അവർ ഹാപ്പിയാണോ, അവരുടെ കാരാവിനും എല്ലാം ക്ലീൻ ആണോ, ഇതൊക്കെ എന്നിലേക്ക് നീളുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ആസ് ആൻ ആക്ട്രസ് ഒരിക്കലും നമുക്കൊരു ചെയറിൽ ചെന്നിരിക്കാൻ ഒക്കത്തില്ല. ഒരിക്കലും ഇല്ല. ഞാൻ എന്റെ സിനിമകളിലെല്ലാം ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളതും. കാരണം ഹസ്ബൻഡ് ഒരിക്കലും ലൊക്കേഷനിൽ വരികയില്ല, ഒരിക്കലും ആ മനുഷ്യൻ ലൊക്കേഷനിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. 15 സിനിമ ചെയ്തു ഞങ്ങള്. 15 സിനിമയിൽ ആ പൂജയുടെ അന്ന് പുള്ളി വരും. പൂജയുടെ അന്ന് ചെയ്തിട്ട് പിന്നെ പുള്ളിനെ മഷി ഇട്ടാ കിട്ടില്ല. പുള്ളിനെ പാക്കപ്പിന്റെ ഒന്നും വരികയില്ല. ആ പാക്കപ്പ് നിങ്ങൾ ചെയ്തോട്ടോ എന്ന് പറയും. അതെ, അത്രേ ഉള്ളൂ. പുള്ളിക്ക് ടെൻഷൻ എടുക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് എന്താ അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പൈസ തന്നോണ്ടിരിക്കും, പിന്നെ ഫോണിൽ കൂടെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കും, അന്വേഷിച്ചോണ്ടിരിക്കും. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ലൊക്കേഷനിലും അങ്ങനെ 1 or 2 പ്രാവശ്യം അല്ലാണ്ട്. എനിക്കൊന്ന് മമ്മൂക്കയുടെ സിനിമ ചെയ്തപ്പം പുത്തൻപണം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ മമ്മൂക്ക ചോദിച്ചപ്പോഴേ, ഇതിന്റെ പ്രൊഡ്യൂസറെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ പുള്ളി വന്നത്. മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാ? ഭയങ്കര നല്ലതായിരുന്നു. ഞാനും മമ്മൂക്കയുടെ കൂടെ 3 സിനിമയിൽ അഭിനയിച്ചു. മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമ, അത് നമ്മുടെ പ്രൊഡക്ഷൻ അല്ല, അതിൽ ഞാൻ അഭിനയിച്ചതാണ്. അവിടെയാണ് മമ്മൂക്കനെ ആദ്യം ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ നിയമം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുത്തൻപണം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. മമ്മൂക്ക ഭയങ്കര സപ്പോർട്ടിംഗ് ആക്ട്രസ് ആണ്. ഭയങ്കര നമ്മളൊക്കെ ന്യൂ കമേഴ്സിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടർ. ഒത്തിരി നല്ല മനുഷ്യനാണ്. നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും. അതെ, ഡെഫിനറ്റ്ലി. അത് എന്നാന്ന് വെച്ചാൽ മമ്മൂക്കായ്ക്ക് ചില കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ ഇറസ്പോൺസിബിൾ ആവുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫിലിം ചെയ്തുള്ളൂ, ബട്ട് സ്റ്റിൽ എനിക്ക് അതാ തോന്നിയിട്ടുള്ളത്.